ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്തു പറയുന്നു? ഇതാ ഇന്ന് ഈ ചക്ക മുഴുവനത്തെ ചക്ക വെട്ടുന്നതൊക്കെ വീഡിയോ പിടിക്കണമെന്നൊക്കെ വിചാരിച്ച് സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളൊരു ചക്ക വേവിക്കാൻ വേണ്ടി പോവുക. ചക്ക വേവിക്കാൻ. അപ്പോൾ ഈ വെട്ടി കുറേ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറിച്ച് ഇവിടെ ചവിണിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വെട്ടി ഇവിടെ പീസാക്കി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കി സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചക്ക വേവിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചക്കയെല്ലാം ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക നമുക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ എല്ലാം ഒന്ന് നമുക്ക് കുറച്ച് വാരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരുപാട് വെള്ളം വേണ്ട. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞ് ലൂസായി. നല്ല കുഴഞ്ഞ ഇളക്കി നല്ല ടൈറ്റായിട്ട് കഴിയിരിക്കണം. എന്നാലേ ഉള്ളൂ അതിൻ്റെ ചക്ക വേവിച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് കറിവേപ്പില, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗവിലോട്ട് വേകാനായിട്ട് വെക്കാം. അത് അവിടെ ഇരുന്ന് വെന്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഇത് നമുക്ക് തവ കത്തിച്ച് അടപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലെന്ന് പറയുന്നത് ചക്ക വേവിച്ചതാണ്. ചിലയിടത്ത് ചക്ക പുഴുക്കെന്ന് പറയും. ചക്ക വേവിക്കാൻ നമ്മൾ ഇതെല്ലാം ഇട്ടെടുത്ത് വെച്ചു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്ര മതിയാവും വെള്ളം. ഇത് നമുക്കതിൻ്റെ അടപ്പെടുത്ത് അടച്ച് വേകാനായിട്ട് വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അതിരുന്ന് വേകട്ടെ. ഈ സമയം കൊണ്ട് 2 തേങ്ങ ഇവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും ചക്ക ഉണ്ടായതുകൊണ്ട് ഇച്ചിരി ഏറെ തേങ്ങ എടുത്തിട്ടുണ്ട്. 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് പാർട്ട് നമ്മൾ മാറ്റി വെക്കും. അത് പിന്നീട് നമ്മൾ ഇതിനകത്ത് ഇളക്കാൻ സമയമാകുമ്പോൾ നമുക്ക് വറവിടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഇതിൽ നിന്ന് മാറ്റി വെക്കും. ഇപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരയ്ക്കാനായിട്ടുള്ള 1 തേങ്ങ തിരുമ്മിയത്. 2 തേങ്ങയായിരുന്നു നമ്മൾ എടുത്തത്. 1 തേങ്ങ നമ്മൾ വറവിടാനായിട്ട് 1 തേങ്ങ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പീര, കുറച്ച് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞ് ഇതിലേക്കിട്ട് വെക്കണം. അത് ലാസ്റ്റ് നമുക്ക് ഇട്ടാൽ മതിയാവും. ഇതിപ്പോൾ നമുക്ക് ചതച്ചെടുക്കണം. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം. മുഴുവനത്തെ ചെറിയ ജീരകം ഉണ്ടെങ്കിൽ അത് അരയ്ക്കാം. ഇല്ല പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കും. ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, അരഞ്ഞ പോലെ ചതച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ അത് മിക്സിയിൽ അരകല്ല് ഉപയോഗിക്കുന്നവർക്ക് അരകല്ലിൽ ഒക്കെ ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മിക്സിയിൽ ചതച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ ഇരുന്ന് വേകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ചതച്ച് കൊണ്ടുവരാം. നമ്മുടെ പച്ചമുളക് ആദ്യം ഇതിലേക്കിടാം.
ഇത് എരി കുറവായതുകൊണ്ട് ഞാനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് പൊട്ടുമുളക്, അത് കാരണം എരി ഇച്ചിരി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര എടുത്തത്. പിന്നെ അതിൻ്റെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ജീരകത്തിൻ്റെ പൊടി, ഒരല്പം തേങ്ങയും കൂടെ ഇത് നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം. കാരണം മുളകൊക്കെ ഒന്ന് ഇതാകാനായിട്ടുണ്ട്. അപ്പം വെള്ളമൊന്നും ഒഴിക്കാതെ ഈ പച്ചമുളകും ഇതും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കറക്കി. നമ്മുടെ അരപ്പിവിടെ തേങ്ങയെല്ലാം ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവം മതി, അരഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിൽ ഇരിക്കണം. നമ്മുടെ ചക്ക എന്തായി നമുക്ക് നോക്കാം, ഒന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കും. നല്ലപോലെ കായ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഈ അരപ്പൊക്കെ നല്ലപോലെ കാവി കയറി ചക്കയൊക്കെ വെന്ത് ഇത് വരണം. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമുക്ക് ഈ ചക്ക വേവുമ്പോഴത്തേന് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാകുമ്പോഴത്തേന് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കടുക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെരുമി വെച്ചിട്ടുള്ള തേങ്ങ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലൊക്കെ നമ്മൾ എരിശ്ശേരിക്ക് തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ വറുത്തെടുത്തില്ലേ, അതുപോലെ ഇത് ബ്രൗൺ നിറമാകുന്നത് പോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇളക്കി ഇത് അതുപോലൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കൂട്ടത്തിൽ 2 വറ്റൽമുളകും കൂടെ മുറിച്ചിടാം കേട്ടോ. വറ്റൽമുളക് കഴിഞ്ഞു പോയി, അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ഈ വറക്കുമ്പോൾ ആ കൂട്ടത്തിൽ മുറിച്ചിട്ടിട്ട് മൂപ്പിച്ച് നമ്മുടെ ചക്കയ്ക്കകത്തേക്ക് ഇടണം. അപ്പോൾ നമ്മുടെ തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതെല്ലാം നമ്മൾ കടുക് ഒക്കെ കൂടെ പൊട്ടിച്ച് വറുത്ത് ഈ നമ്മുടെ ചക്കയുടെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു. ഇതിനി നമുക്കെന്ത് ചെയ്യാം, ഇതാ തുടുപ്പൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് ഇളക്കിയെടുക്കാം. ഇത് വാങ്ങി താഴേക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഇളക്കി ഉടച്ചെടുക്കണം. ഓക്കെ, കണ്ടല്ലോ, ഞാനിതൊന്ന് ചവിട്ടി പിടിച്ച് നമ്മുടെ ഇതിവിടോട്ട് സപ്പോർട്ട് കൊടുത്ത് ചവിട്ടി പിടിച്ച് ഇതൊന്ന് ഇളക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയെടുത്താൽ ശരിയായുള്ളൂ. അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ലപോലൊക്കെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി വന്നപ്പോൾ തന്നെ എന്നെ അണയ്ക്കുന്നു. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ യാതൊരുവിധ വിഷാംശങ്ങളും ഇല്ലാതെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ്. ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കേ. ഓക്കെ, ബൈ.